ക്രിസ്തുവാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വിശുദ്ധ കൊച്ചു ത്രേസ്യ നമ്മെ ഒരു ലിഫ്റ്റിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഈ ലിഫ്റ്റിൻ്റെ പ്രത്യേകത നമുക്കറിയാം. പടികൾ കയറാതെ നമുക്ക് എളുപ്പത്തിൽ മുകളിലേക്ക് എത്തുവാനായിട്ട് സാധിക്കുന്നു. വിശുദ്ധ പഠിപ്പിക്കുന്ന ഈ ലിഫ്റ്റ് എന്ന് പറയുന്നത് യേശുവിൻ്റെ സ്നേഹവും കരുണയുമാണ്. നമുക്കറിയാം, പുണ്യത്തിൻ്റെ പടികൾ കയറുമ്പോഴാണ് നമുക്ക് എളുപ്പത്തിൽ സ്വർഗത്തിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ ഹീറോയിക്കായിട്ടുള്ള പല പുണ്യങ്ങളും അഭ്യസിച്ചുകൊണ്ട് നമുക്ക് സ്വർഗത്തിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. എന്നാൽ വിശുദ്ധ നമ്മെ പഠിപ്പിക്കുന്ന ലിറ്റിൽ വേ, ആ എളുപ്പവഴി, കുറുക്കുവഴി എന്ന് പറയുന്നത് യേശുവിൻ്റെ സ്നേഹത്തിലും കരുണയിലും ആശ്രയിക്കുക എന്നതാണ്. അത് നമ്മെ ഒരു ലിഫ്റ്റ് പോലെ എളുപ്പത്തിൽ മുകളിലേക്ക് ഉയർത്തുന്നു. എങ്ങനെയാണ് പൂർണ്ണമായിട്ടും യേശുവിൻ്റെ സ്നേഹത്തിലും കരുണയിലും ആശ്രയിക്കേണ്ടത്? അത് അനുദപിച്ചുകൊണ്ടാണ്, അനുതാപത്തിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ്. ഇവിടെ ഇന്ന് യേശുനാഥൻ സുവിശേഷത്തിൽ ശിഷ്യന്മാർക്ക് ഒരു മാൻഡേറ്റ് നൽകുകയാണ്, ഒരു കൽപ്പന നൽകുകയാണ്. ലോകമെങ്ങുള്ള എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട്. എന്താണ് പ്രസംഗിക്കേണ്ടത്? സുവിശേഷം എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് റൂൾസ് അല്ല, അതായത് നമ്മളെ തളച്ചിടുന്ന ഒരു നിയമസംഹിതയല്ല, മറിച്ച് അത് നമ്മെ മോചിപ്പിക്കുന്ന ഒന്നാണ്. ഈ അനുദപിച്ചുകൊണ്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോൾ അത് നമുക്ക് മോചനമാണ് പ്രദാനം ചെയ്യുന്നത്. ഈ മോചനത്തെക്കുറിച്ചുള്ള വാർത്ത, സുവിശേഷം, നല്ല വിശേഷം ലോകമെങ്ങും പോയി പറയുവാനായിട്ടാണ് യേശുവിൻ്റെ ആഹ്വാനം. പരിശുദ്ധ ബെനഡിക്ട് 16 പാപ്പ നമ്മോട് ചോദിക്കുന്നുണ്ട്, നാം ഈ സുവിശേഷ ദൗത്യം ഏറ്റെടുത്തില്ല എങ്കിൽ ആര് ഏറ്റെടുക്കും? അതിനാൽ ഓരോ മാമോദിസ സ്വീകരിച്ച ക്രൈസ്തവനും ഉത്തരവാദിത്വമുണ്ട് കരുണയുടെ ഈ സുവിശേഷം ലോകമെങ്ങും പോയി അറിയിക്കുവാനായിട്ട്. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം വീണ്ടും നമ്മോട് ചോദിക്കുന്നുണ്ട്, ഇത് നമുക്ക് മാത്രം സ്വന്തമാക്കേണ്ട ഒന്നല്ല, ഇത് എല്ലാവർക്കുമുള്ളതാണ്. സുവിശേഷം എന്ന് പറയുന്നത് എല്ലാവർക്കുമുള്ളതാണ്. അതിനാൽ ഈ കരുണയിൽ ആശ്രയിക്കേണ്ടതിൻ്റെ, സുവിശേഷത്തിൽ ആശ്രയിക്കേണ്ടതിൻ്റെ ആവശ്യകത നാം എല്ലാവരെയും അറിയിക്കണം. ഈ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട്, യേശുവിൻ്റെ സ്നേഹത്തിൽ ആശ്രയിച്ചുകൊണ്ട് എളുപ്പത്തിലും നമുക്ക് സ്വർഗത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. അതേസമയം തന്നെ വളരെ ഹീറോയിക്കായിട്ടുള്ള പുണ്യങ്ങൾ അഭ്യസിച്ചുകൊണ്ടും നമുക്ക് സ്വർഗത്തിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. അതെല്ലാം നമുക്ക് കിട്ടുന്നത് സുവിശേഷത്തിൽ നിന്നാണ്. അതിനാൽ സുവിശേഷ ദൗത്യമേൽപ്പിച്ചുകൊണ്ട് നമ്മെ തന്നെയും മറ്റുള്ളവരെയും രക്ഷിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.